റീസെൻ്റ്ലി കോട്ടയത്ത് നിന്നിട്ട് ഒരു ലേഡി എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 35-40 വയസ്സ് അതിനിടയിലാണ് അവരുടെ പ്രായം. അവരുടെ മൂത്ത മകന് 17 വയസ്സ്. അപ്പം അവർ തനിയാണ് ഇത്രയും ദൂരം യാത്ര ചെയ്ത് എന്നെ കാണാൻ വന്നത്. എൻ്റെ ഒരു വീഡിയോ മുൻപേ കണ്ടിട്ടുണ്ട് OCD-യെക്കുറിച്ച് എന്നും പറഞ്ഞിട്ടാണ് അവർ വന്നത്. OCD എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരാളുടെ അടുത്ത് നിങ്ങൾക്ക് OCD ഉണ്ട് എന്ന് പറയാൻ നമുക്കൊരു ടെൻഷനുണ്ട്. കാരണം ഒരു മെഡിക്കേഷൻ ചിലയിടങ്ങളിൽ അത് ആവശ്യമായിട്ട് വരാറുണ്ട്. മെഡിക്കേഷനൊപ്പം തന്നെ നമ്മൾ തെറാപ്പിയും പറയാറുണ്ട്, ഹിപ്നോതെറാപ്പി. അപ്പം ഇവർ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 19 വർഷമായി. 2 വർഷത്തിനുള്ളിൽ ഒരു മകൻ പിറന്നു. 17 വയസ്സുള്ള ഒരു ആൺകുട്ടിയാണ്. അതിന് താഴെ 2 മക്കളുണ്ട്, 2 ബോയ്സ് തന്നെ, 3 ആൺകുട്ടികളാണ് അവർക്കുള്ളത്. അപ്പോൾ അവർ വന്നത് 17 വയസ്സ് മോനുണ്ട്. അതിനൊരു 16 വർഷമായിട്ട് അവർ ട്രീറ്റ്മെൻറ്റിലാണ്. അവർ പലയിടങ്ങളിലും പോയിട്ടുണ്ട്, പുരോഹിതന്മാരുടെ അടുത്ത് മതം നോക്കാതെ തന്നെ അവർ പോയിട്ടുണ്ട് പലയിടങ്ങളും. അവരൊക്കെ ഒരേ സ്വരത്തിൽ പറഞ്ഞത് ഈ ലേഡിക്ക് ഡ്യുവൽ പേഴ്സണാലിറ്റി ഉണ്ട്, അതായത് ഇവരുടെ ശരീരത്തിൽ ഒരു പ്രേതബാധയുണ്ട്. അപ്പോൾ അതിനുള്ള കാരണങ്ങൾ നമ്മൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഒരാളുടെ അടുത്ത് പ്രേതബാധയുണ്ടെന്ന് പറയുന്നത്? നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ പുരുഷ പ്രേതങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ. പ്രേതങ്ങളെല്ലാം സ്ത്രീകളാണ്, യക്ഷികളെല്ലാം സ്ത്രീകളാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതുപോലെ തന്നെ പുരുഷൻ്റെ മേൽ ഏതെങ്കിലും ഒരു പ്രേതം കയറിയതായിട്ട് അറിവുണ്ടോ നിങ്ങൾക്ക്? സ്ത്രീകളുടെ മേലല്ലാതെ പുരുഷൻ്റെ മേൽ പ്രേതങ്ങൾ കയറിയിട്ടുള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല അല്ലേ. എന്തുകൊണ്ടാണ്? മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിലൂടെ കടന്നു പോകുന്ന സ്ത്രീകളുടെ ദേഹത്താണ് പ്രേതം കയറുന്നത്. ഓക്കെ ആണല്ലോ. ഇവരുടെ മേത്തും പ്രേതം കയറിയതാണ്. അതും ഇവിടുത്തെ പ്രേതമൊന്നുമല്ല, ചൈനീസ് പ്രേതം കയറിയതാണ്. ആ ഒരു കാര്യത്തിൽ എല്ലാ മതപുരോഹിതന്മാരും ഒരൊറ്റ വാക്കേ ഉള്ളൂ കേട്ടോ, ചൈനീസ് പ്രേതം കയറിയതാണ്. അതായത് ഒരുപാട് സ്വർണം, ഒരു 15-16 പവൻ സ്വർണം വിറ്റിട്ടുണ്ട് അവർ ഓരോ ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട്. അവസാനം അവർ കണ്ണൂർ എവിടെയോ പോയി ഒരാൾക്ക് 30,000 രൂപ കൊടുത്തിട്ട് ഒരു ട്രീറ്റ്മെൻറ്റും കൂടി എടുത്തിട്ടാണ് വന്നത്. എന്നിട്ടും ഇത്രയും വർഷങ്ങളായിട്ടും അവരുടെ ദേഹത്ത് നിന്ന് പ്രേതം മാറിയിട്ടില്ല. അപ്പോഴാണ് എൻ്റെ ഒരു വീഡിയോ കണ്ടത്, അവരെൻ്റെ അടുത്തേക്ക് വന്നത്. നമ്മൾ OCD എന്ന് പറയുന്ന ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, അത് പേഴ്സണാലിറ്റി ഡിസോർഡർ ക്ലസ്റ്റർ Cയിൽ വരുന്നുണ്ട്, പേഴ്സണാലിറ്റി ഡിസോർഡറായിട്ട്. അതല്ലാതെ നെക്സ്റ്റ് ഒരു സ്റ്റേജും കൂടിയുണ്ട്, കണ്ടാമിനേറ്റ് OCD എന്നും നമ്മൾ പറയും. അതായത് കുറച്ചുകൂടി സിവിയറാണ്. ഇതുപോലെ പ്രേതബാധ ഉണ്ട് എന്ന് തോന്നാം നമുക്ക്. കാരണം ഇവർ ചില സമയങ്ങളിൽ ഹാലൂസിനേറ്റഡ് ആവും. ഇവരുടെ മുന്നിൽ മറ്റൊരാൾ ഇരിക്കുന്നത് പോലെ ഇവർ സംസാരിച്ചു തുടങ്ങും. പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഇവർ അവരോട് സംസാരിക്കുന്നു, ചിരിക്കുന്നു, കരയുന്നു, എല്ലാം ചെയ്യുന്നു. മറ്റുള്ളവരെ കുറ്റം പറയാനൊന്നും പറ്റൂല. അപ്പോൾ അവർ നേരിട്ടിട്ട് ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ അല്ല അവർ പോകുന്നത്. പകരം ഇതുപോലെയുള്ള ഓരോ മതപുരോഹിതന്മാരുടെ അടുത്തേക്ക് പോകും. അവർ പറയുന്ന രീതി വെച്ചിട്ട് ഇവരെ ചൂരൽ കൊണ്ട് അടിച്ചിട്ട് ഒരു കൈയുടെ ഒരു വശം മുഴുവൻ പൊട്ടിയിരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അവരെനിക്ക് കാണിച്ചു തന്നതാ, ഇന്നലെ പോയിട്ട് പ്രേതത്തിനോട് പോവാൻ പറഞ്ഞിട്ട് അടിച്ചതാണത്. അങ്ങനെയുള്ള ഒരുപാട് കേസസ് നമ്മുടെ അടുത്ത് വരുന്നുണ്ട് OCD. അപ്പോൾ OCD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരിലും ഒരേപോലെയല്ല വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നോർമലി കാണുന്ന OCD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിപ്പീറ്റഡ് ആക്ഷൻസ് ആണ്, അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് ആണ്. അതുമല്ലാതെ ചിലരിൽ ഹാലൂസിനേഷൻ കാണാം. ഇത് കണ്ട് തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് ഇവർ പറയുന്നത് അതൊരു പ്രേതബാധയാണെന്ന്. തീർച്ചയായിട്ടും ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ, ഹിപ്നോതെറാപ്പിയോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള മെഡിക്കേഷനോ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയൊന്നും കഷ്ടപ്പെടേണ്ടി വരില്ല. OCDക്ക് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. കോപ്പപ്പ് ചെയ്തുകൊണ്ട് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. പ്രേതബാധ എന്ന് പറയുമ്പോൾ ഇതിന് ഇങ്ങനെ കൂടി ഒരു മുഖമുണ്ട് എന്ന് നമ്മൾ അറിയണം. നമ്മുടെ പേഴ്സണാലിറ്റി ഡിസോർഡർ ആവാം അതിനുള്ള കാരണം. അല്ലാതെ മരിച്ചുപോയ ഒരു ആത്മാവിനെ നമ്മുടെ ശരീരത്തിൽ കയറി നമുക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രശ്നങ്ങളും സൃഷ്ടിക്കാനായിട്ട് പറ്റൂല. റിയൽ ലൈഫിൽ അതൊന്നുമില്ല. OCDയിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തേടേണ്ടത് മതപുരോഹിതന്മാരെയല്ല, പകരം സയൻറ്റിഫിക്കായിട്ട് അതിൻ്റേതായ രീതിയിൽ പോയാൽ ലൈഫ് ഒരു പരിധിവരെ യാതൊരു പ്രശ്നവുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് പറ്റും.